സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് UDF സീറ്റ് നേടി കോൺഗ്രസിന്റെ മിന്നുന്ന പ്രകടനം, അതായത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലേക്ക് കോൺഗ്രസിനെ UDF-നെ അധികാരത്തിലേക്ക് വി.ഡി. സതീശൻ എത്തിക്കുകയുണ്ടായി. അപ്പോ UDF അധികാരത്തിൽ 100-ൽ പരം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതായ ചില ആളുകളുണ്ട്. പലരും അതിന് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ്ടും മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് താങ്കൾ വനവാസത്തിന് പോകുന്നു എന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നുള്ള ചോദ്യത്തിന്, ആ പ്രതികരണം ഞാൻ നടത്താൻ കാരണം നിങ്ങളാണ്. നിങ്ങളിൽ ആരോ ചോദിച്ചു, UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്തായിരിക്കും അങ്ങയുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോ 100 സീറ്റുമായി അധികാരത്തിൽ UDF-ന് വരാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അങ്ങനെ ഞാൻ പറയാൻ കാരണം, പാർട്ടി എന്നെ വിശ്വസിപ്പിച്ച് ഒരു ചുമതല ഏൽപ്പിച്ചു, പ്രതിപക്ഷ നേതാവായി എന്നെ തെരഞ്ഞെടുത്തു. അന്ന് എന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് മാഡം സോണിയാഗാന്ധി അടക്കം എന്നോട് പറഞ്ഞത് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം, വിപുലപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ എന്നെ അത്രയും ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആളുകളോട് എനിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ എന്തിനു വേണ്ടിയാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത്? അത് വളരെ സ്തുത്യർഹമായ ഒരു മറുപടി തന്നെയാണ്. കാരണം പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു, ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിലോ ജനകീയമായി ഒരു മുന്നണിയെ കൊണ്ടുപോകാൻ സാധിക്കാതെ ഒരു നേതാവിന് വരികയാണെങ്കിൽ ആ നേതാവിന് ജനസ്വീകാര്യതയില്ല, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞത് വളരെ കൃത്യമായൊരു മറുപടി കൂടിയാണ്. സാർ, എന്റെ ചോദ്യം ഇതല്ല. അങ്ങനെയെങ്കിൽ വനവാസത്തിന് പോകേണ്ടിയിരുന്ന പല ആളുകളും UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. കാരണം പല വിധത്തിലുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി പ്രതീക്ഷിച്ച പോലെ കൃത്യമായ സമയത്ത് അത് ചെയ്തു കൊടുക്കാൻ പറ്റാതിരുന്ന പല നേതാക്കളും ഇപ്പോഴും അധികാരമോഹത്തോടു കൂടി കേരളത്തിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വി.ഡി. സതീശന്റെ ഈ പ്രസ്താവനയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട്. മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും കെ.സി. വേണുഗോപാലും ഒക്കെ ആയി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു വ്യക്തി എന്ന രീതിയിൽ എന്താണ് സാറിന്റെ അഭിപ്രായം? അതായത് വി.ഡി. സതീശൻ പറഞ്ഞതിന് അതിൻ്റെതായ ഒരു ഡയമെൻഷൻ ഉണ്ട്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ സോണിയാഗാന്ധിയോട് ഒരു വാക്ക് പറഞ്ഞ്, സോണിയാഗാന്ധി പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിനെ വീണ്ടും ഭരണത്തിൽ എത്തിക്കണമെന്നാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ ഞാൻ ഭരണത്തിൽ എത്തിക്കും, 5 വർഷം കൊണ്ട് കോൺഗ്രസിനെ UDF-നെ അധികാരത്തിൽ എത്തിക്കും എന്ന് വാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. ആ വാക്ക് പാലിച്ചുകൊണ്ട് 2021 മുതൽ ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ചേരുകയും അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലടക്കം വിജയിക്കാവുന്ന സാഹചര്യത്തിലേക്ക് UDF-നെ എത്തിക്കുകയും ചെയ്തു. ആ എത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ വൻ വിജയം നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സ്വന്തമായി കൃത്യമായി പഠിച്ചു കൊടുത്ത സ്ഥാനാർത്ഥികളെ വെട്ടിമാറ്റിയില്ലായിരുന്നെങ്കിൽ, ശക്തരായ സ്ഥാനാർത്ഥികളെ വെട്ടിമാറ്റിയില്ലായിരുന്നെങ്കിൽ ഏകദേശം 120, 130 വരെ 125 വരെ സീറ്റ് വരെ കിട്ടാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ കെ.സി. വേണുഗോപാൽ അതിൽ ഇടപെടുകയും അതിൽ ധാരാളം സ്വന്തം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ആ പിടിവാശിക്ക് മുന്നിൽ അവസാനം തർക്കത്തിന് നിൽക്കാതെ വി.ഡി. സതീശൻ മുന്നോട്ട് പോവുകയും ചെയ്തു. കാരണം തർക്കമില്ലാതെ മുന്നോട്ട് പോവുക, ഭരണത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. ആ ദൗത്യം പൂർത്തീകരിച്ച ശേഷമാണ്, പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു 100+ സീറ്റാണ് കേരളത്തിൽ, അല്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞത്. UDF-ന് അധികാരത്തിലെത്തിക്കും, 100+ സീറ്റ് കിട്ടും ചെയ്യും.
അല്ല എങ്കിൽ ഞാൻ വനവാസത്തിനും. ഇതിനെ പരിഹസിച്ചുകൊണ്ട് കെ സുധാകരൻ ഇട്ട പോസ്റ്റിലും അല്ലാതെയും അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, VD സതീശന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതൊരു പരിഹാസമാണ്. കെ സുധാകരന് കുറച്ച് പ്രായമായതിന്റെ മെമ്മറി കുറവും അതിൻ്റെതായ ദൗർബല്യങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് നിന്ന് മാറ്റി സണ്ണി ജോസഫിനെ പ്രസിഡന്റാക്കി കൊണ്ടുവന്നത്. അതിലുള്ള ഒരു അദ്ദേഹത്തിനുള്ള അതൃപ്തി മാത്രമല്ല, അദ്ദേഹം ഇലക്ഷന്റെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വയം സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം കണ്ണൂർ പ്രഖ്യാപിക്കുകയും അവിടെ വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തു. അത് പാർട്ടിയെ വല്ലാതെ ബാധിച്ചിരുന്നു. അത് പാർട്ടിയുടെ നിയതമായിട്ടുള്ള നിയമവ്യവസ്ഥിതികളൊക്കെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന ഒരു കൃത്യമായ ധാരണ ഉള്ള ഒരു നിലയിൽ തന്നെയാണ് കണ്ണൂർ MP ആയ സുധാകരൻ തനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 ദിവസം കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു പിന്നീട് ഹൈക്കമാൻഡും അതുപോലെ തന്നെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള AK ആന്റണിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ സുധാകരനുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സാറിന് അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ സാധിക്കും. കാരണം കെ സുധാകരനുമായി വ്യക്തിപരമായി നല്ല ബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ്. കെ സുധാകരനുമായി നല്ല ബന്ധമാണ്. എന്റെ കാര്യങ്ങളിൽ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാണ്. കണ്ണൂരിൽ P ശശിക്കെതിരെ കേസ് കൊടുക്കാൻ കോടതിയിൽ പോയപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ആളാണ്. എന്നെ കള്ളക്കേസിൽ കുടുക്കി പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ എന്റെ വീട്ടിലും പോലീസിനും വിളിച്ച് വീട്ടിൽ വിളിച്ച് എല്ലാ സഹായം വാഗ്ദാനം ചെയ്ത് പോലീസിനെ വാൺ ചെയ്തിട്ടുള്ള നേതാവാണ്. അങ്ങനെ അന്നു മുതൽ ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് തന്നെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു മുന്നണി UDF-നെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സിൽ അദ്ദേഹം ഒരു MP ആയിരിക്കെ അദ്ദേഹം എടുത്തു ചാടി ഇങ്ങനെ ഒരു കാര്യം പറയുകയും വലിയ വാദപ്രതിവാദങ്ങൾ നടത്തിയത് ഈ മുന്നണിക്ക് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കി. എനിക്ക് തോന്നുന്നു അഴീക്കോട് സീറ്റിലടക്കം തോൽക്കാൻ 328 വോട്ടിനാണ് അഴീക്കോട് തോറ്റത്. പക്ഷെ ആ വോട്ട് ആ സ്ഥലങ്ങളിലടക്കം വോട്ട് മാറി അവിടെ തോൽക്കാൻ കാരണമായി തീർന്നത് കെ സുധാകരനാണെന്ന് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങൾ പല നിഷ്പക്ഷരായ ആളുകൾ UDF അധികാരത്തിൽ വന്നാൽ തമ്മിൽ തല്ലും എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാക്കാൻ LDF-നെ സഹായിച്ചു. അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ദോഷം ചെയ്തിട്ടുള്ളത്. അല്ലാതെ UDF-നെ മുന്നിൽ യാതൊരു തരത്തിലും തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ കെ സുധാകരനെ പോലെ പരിണത പ്രജ്ഞനായ ഏറ്റവും പ്രമുഖനായ പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്ന നേതാവ് കാണിച്ച തെറ്റായ ഒരു കാര്യം തന്നെയായിരുന്നു അത്. അപ്പൊ അതുകൊണ്ടുണ്ടായുള്ള ക്ഷീണം അതിപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് സത്യം. കെ സുധാകരനാണ് KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ആദ്യം വെടിപൊട്ടിച്ചത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് അനാവശ്യമായ ഒരു കാര്യമായിരുന്നു. കാരണം കേരളത്തെ നയിച്ചിട്ടുള്ളത് VD സതീശനാണ്. VD സതീശൻ നയിച്ചിട്ട് വിജയത്തിലെത്തിച്ചു മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ രീതിയിൽ 100-ൽ പരം സീറ്റുകളിലേക്ക് എത്തിച്ചു. അദ്ദേഹം ആ ലെവലില് വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ആത്മവിശ്വാസത്തോടെ, UDF അണികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം, എനിക്കറിയാം വിജയിക്കുമെന്ന് കൃത്യമായ കാൽക്കുലേഷനോട് പറഞ്ഞ തന്നെയാണ്, വെറുതെ പറഞ്ഞല്ലോ. അതോടൊപ്പം UDF-ലെ അണികൾക്ക് ആത്മവിശ്വാസം വേണം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി ഉണ്ട്, തോറ്റാൽ പരിപൂർണ ഉത്തരവാദിത്തം എന്റേതായിരിക്കും, വേറെ ആരുടെ തലയിലും കെട്ടിവെക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനുള്ളതാണെന്നാണ്. തോറ്റാൽ ക്രെഡിറ്റ് എടുക്കാവുന്ന നേതാവിന് വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് കൂടി അദ്ദേഹത്തിനാണ്. ഒന്നുകൂടി ഒന്ന് ഇടപെട്ടോട്ടെ സാറേ. പക്ഷെ അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന തോൽവികൾ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. മറിച്ച് വിജയിക്കുകയാണെങ്കിൽ അത് ടീം UDF-ന്റെ വിജയമാണ്, അതിനൊരവകാശമല്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് രാഷ്ട്രീയമായ വലിയൊരു ഔന്നിത്യമാണ്, മര്യാദയാണ്. അല്ല, അദ്ദേഹം കാണിക്കുന്ന ടീം UDF എന്ന് പറയുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരെയും കൂടിയുള്ള വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള, അവർക്കും കൂടി ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടുള്ളതാണെങ്കിൽ പരാജയപ്പെട്ടാൽ ഞാൻ ഉത്തരവാദി ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതേണ്ടത് എന്താണ്? അദ്ദേഹം പറഞ്ഞ വാക്കിനെ നമ്മളൊക്കെ അംഗീകരിക്കാം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് UDF-നെ വിജയത്തിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ വേറൊരു വശം ഇതിനകത്തുള്ളത്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തിൽ തോറ്റാൽ ഉത്തരവാദിത്തം എന്ന് പറയുന്ന പോലെ AICC അതെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതേപോലെ ദൗത്യം പൂർത്തീകരിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? മാറി നിൽക്കണം എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഇൻഡയറക്റ്റ് അദ്ദേഹം പറഞ്ഞത് ആർക്കെതിരെയാണ്?
KC വേണുഗോപാലിനെതിരെയും അതേപോലെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തന്നെയാണ്. കാരണം അവർ മനസ്സിലാക്കണ്ടേ, അവരെ കാലഘട്ടത്തിൽ അവർക്ക് അത് വിജയിക്കാൻ പറ്റിയില്ല, അവർക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ല. ഇവിടെ കണ്ടിന്യൂസ് ആയ പ്രോസസ്സ് വഴി അദ്ദേഹം VD സതീശൻ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹം തുടർന്നിട്ട് പ്രതിപക്ഷ നേതാവായി വിജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനവും പറയാതെ തന്നെ കൊടുക്കേണ്ടതാണ്. എന്നാൽ KC വേണുഗോപാലോ 5 സ്റ്റേറ്റുകളിലാണ് ഈ കോൺഗ്രസ് തോറ്റു തുപ്പിയിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വെറും 5 സീറ്റാണ്. ഇവിടെ മാത്രമാണ്. പിന്നെ അതേപോലെ ബംഗാളിൽ കോൺഗ്രസ് ഇല്ല. ആസാമിൽ 20 സീറ്റിലേക്ക് ഒതുങ്ങി. ആസാമിൽ തിരിച്ച് കോൺഗ്രസ് വരുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞു. പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ ഇതുണ്ടല്ലോ, FCRA നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റവും ആസാമിൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്. അവിടെ ഒരു അനക്കം ഉണ്ടാക്കാൻ പോലും അവിടെ പറ്റിയിട്ടില്ല. പുതുച്ചേരിയിൽ ഒറ്റയ്ക്ക് ഭരിക്കാം എന്നുള്ള ധാരണയിൽ DMK ഉള്ള ബന്ധം ഇല്ലാതാക്കിയതും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അവിടെ ചർച്ചകളാണ്. അവിടെ എന്തുകൊണ്ട് തോറ്റുപോയി? അപ്പൊ ഇവിടെ ഒന്നും വിജയിപ്പിക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ വിജയിപ്പിച്ചെടുത്ത നേതാവിനെ ചവിട്ടി മാറ്റി അദ്ദേഹത്തിൽ കയറിയിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹവുമായി നല്ല ബന്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. രമേശ് ചെന്നിത്തല എന്നെ ഏറ്റവും സഹായിച്ചുള്ള ഒരാളാണ്. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ മുഖ്യ സ്ഥാനം വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് അർഹതപ്പെട്ട ആളെ മാറ്റി അർഹതയില്ല എന്നൊന്നും പറയുന്നില്ല. എന്നാൽ കൃത്യമായി അതിന്റെ ക്രെഡിറ്റ് ഉള്ള ആൾക്ക്, കഷ്ടപ്പെട്ട ആൾക്ക്, ത്യാഗം ചെയ്ത ആൾക്ക്, മുന്നണി ഇവിടെ എത്തിച്ച ആൾക്ക് ആ സ്ഥാനം കൊടുക്കേണ്ടത് മര്യാദയാണ്. അത് തന്നെയാണ് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അത് VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാവേണ്ടത്. അദ്ദേഹം നയിച്ചിട്ടുള്ള ആളാണ്, ജനകീയ പിന്തുണയുള്ള ആളാണ്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഏതെങ്കിലും ഒരാളെ പക്ഷം ചേർന്ന് പറഞ്ഞല്ല, സത്യത്തിന്റെ കൂടെ നിന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ആരെയും വിരോധിയാക്കുന്ന ഒരു നേതാവല്ല. എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിം ലീഗ് നേതാവാണെന്നുള്ള രൂപത്തിലല്ല. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് തന്നെ ഉണ്ട്, അമ്പലങ്ങളും പള്ളികളും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും സമന്വയിപ്പിച്ചുള്ള ഒരു പാട്ട് തന്നെ പാടിയിട്ടുള്ള വലിയൊരു വൈറലായ ഒരു പാട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് പഠിച്ചിട്ട് പറഞ്ഞാണ് അർഹതയുള്ള ആള് VD സതീശനാണ്. ജനങ്ങൾ ഇത്രയധികം പൂർണ്ണമായി പിന്തുണ ഉള്ളത് VD സതീശനാണ്. ഇപ്പോൾ ഒരു വോട്ടിനിട്ട് കഴിഞ്ഞാൽ VD സതീശനുള്ള ഭൂരിപക്ഷം ചിലപ്പോൾ 80% ആയിരിക്കും. മറ്റെല്ലാവർക്കും കൂടെ 10-20% കിട്ടുമായിരിക്കാം. അത് ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ജനസമ്മതി വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിലെ VD സതീശൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു മാധ്യമ സമ്മേളനം കാണുമ്പോൾ VD സതീശന് മുൻപ് ഇരുന്ന പല ആളുകളും വനവാസത്തിന് പോകേണ്ടതാണ്, രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതാണ്. അവര് വൽക്കലവും കമണ്ടലും എടുത്ത് വനവാസത്തിന് പോയാലും ഇല്ലെങ്കിലും ഇപ്പോ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ നേട്ടത്തിന് ചുക്കാൻ പിടിച്ച ആളെന്ന രീതിയിൽ VD സതീശന് അർഹമായ സ്ഥാനം ഹൈക്കമാൻഡ് നൽകേണ്ടതാണ്. ഹൈക്കമാൻഡ് പലപ്പോഴും കെട്ടിയിറക്കി പല സംസ്ഥാനങ്ങളിലും പല ആളുകളെ അവരോധിച്ചവരൊക്കെ പിന്നീട് പാർട്ടിയെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെല്ലാം നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്തായാലും ഇത് ഉണർന്ന് പ്രവർത്തിക്കും ഹൈക്കമാൻഡ് എന്ന് വിശ്വസിക്കാം.